ഈ പ്രൊഫഷണൽ നാടകത്തിലേക്ക് എങ്ങനെയായിരുന്നു കടന്നു വന്നത്? സ്കൂൾ നാടകങ്ങളിലൂടെ യുവജനോത്സവത്തിലൂടെ അമച്ചർ നാടകത്തിലേക്ക് വന്നതിന് ശേഷമാണ് പ്രൊഫഷണൽ നാടകത്തിലേക്ക് വന്നത്. കോട്ടയം ദേശാഭിമാനി എന്ന് പറഞ്ഞ ഒരു ട്രൂപ്പ് ഉണ്ടായിരുന്നു. കുറച്ച് പുതുമുഖങ്ങളെയും കൂടെയൊക്കെ അതിനകത്തേക്ക് പങ്കെടുപ്പിക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചെന്നു. കൊള്ളാൻ തോന്നി. അവർ അതിലേക്ക് എന്നെ ഉൾപ്പെടുത്തി. അത് ഏത് വർഷമായിരിക്കും? 45 വർഷമെങ്കിലായിട്ടുണ്ട്. ഇപ്പോൾ എത്ര ട്രൂപ്പിൽ ഇതിനോടകം പ്രവർത്തിച്ചിട്ടുണ്ടാവും? 10 ട്രൂപ്പിലോളം മറ്റ് ട്രൂപ്പുകൾ അഭിനയിച്ചിട്ടുണ്ട്. അതിനുശേഷം ഇപ്പോൾ വന്ന് 30 വർഷമായിട്ട് വൈക്കം മാളവികയുടെ സാരഥ്യവും പ്രധാന നടനുമായിട്ട് അഭിനയിക്കുന്നു. ഇപ്പം നേരത്തെ 4 സ്ത്രീകളായിരുന്നു നാടകത്തിലുണ്ടായിരുന്നത്. അത് മാറി 3 ഇപ്പം സ്ത്രീകൾ 2 ഈ 2 സ്ത്രീകൾ 4 റോളൊക്കെ ചെയ്യുമോ? 4 അല്ല, ചിലപ്പോൾ അതിൽ കൂടുതലും ചെയ്യും. 7 പേരെ വെച്ച് ഒരു 10-12 പേരുടെ ഓളം ഉണ്ടാക്കും. കുരുക്ഷേത്ര യുദ്ധമൊക്കെ ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ അപ്പോൾ ടെക്നീഷ്യന്മാരായിട്ട് സെറ്റിന് വേണ്ടിയിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ, അവരും ഗതയൊക്കെ എടുത്തിറങ്ങും. ഇറങ്ങും. ശ്രീ പ്രദീപ് മാളവിക, വൈക്കം മാളവിക തിയേറ്റേഴ്സിൻ്റെ സാരഥി. ദീർഘകാലത്തെ നാടക പരിചയത്തിൻ്റെ നാടകാനുഭവങ്ങളുടെ കഥകൾ നമ്മോട് പറയാൻ ഇന്നെത്തിയിരിക്കുകയാണ്. ആ കഥകൾ നമുക്ക് തുടരാം. ഈ വൈക്കം മാളവിക വളരെ ചരിത്രമുള്ളൊരു നാടക ട്രൂപ്പാണ് അല്ലേ? അതെ. അത് എങ്ങനെയാണ് അതിൻ്റെ സംഘാടകരിൽ നിന്ന് അത് മാറി താങ്കളിലേക്ക് എത്തുന്നത്? അത് TK ജോൺ എന്ന് പറയുന്ന അദ്ദേഹമാണ് വൈക്കം മാളവിക എന്ന് പറയുന്ന നാടക ട്രൂപ്പ് നടത്തിയിരുന്നത്. TK ജോൺ എന്ന് പറയുമ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു പോകുമ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് ഒരു വാക്ക് പറയാതെ പോകുന്നത് ശരിയല്ല. TK ജോൺ എന്ന് പറഞ്ഞാൽ മലയാള നാടകവേദിയിലെ സൂപ്പർ സ്റ്റാറാണ്. അദ്ദേഹം എത്ര കാലം ഈ നാടക ട്രൂപ്പ് കൊണ്ടുവന്നു? അദ്ദേഹം ഏകദേശം ഒരു 35 വർഷത്തോളം നടത്തി. അതിനുശേഷമാണോ താങ്കളിലേക്ക് വരുന്നത്? അതോ അതിനിടയ്ക്ക് വേറെ ആളുകൾ അതിലേക്ക്? ഇല്ല. അദ്ദേഹം അപ്പോൾ നടത്താനായിട്ട് ഇച്ചിരി പ്രായമായി വന്നതിൻ്റെ ഒക്കെ പേരിൽ ഇങ്ങനെ നിർത്താൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഇത് ഒരു കലാകാരൻ്റെ കയ്യിൽ തന്നെ ഏൽപ്പിക്കണമെന്ന് തോന്നി. അദ്ദേഹം എന്നോട് സംസാരിച്ചു. അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് ഞാനത് ഗുരു ദക്ഷിണയായി വൈക്കം മാളവിക ഏറ്റെടുത്തു. ഇങ്ങനെ ഏറ്റെടുക്കുന്നതിന് മുമ്പ് വൈക്കം മാളവികയിൽ അഭിനയിക്കുന്നുണ്ടായിരുന്നോ? വൈക്കം മാളവികയിൽ അന്ന് നേരത്തെ അഭിനയിച്ചിട്ടില്ല. മറ്റു പല ട്രൂപ്പുകൾ ഞാൻ പറഞ്ഞില്ലേ, അതായത് ഏറ്റെടുത്തതിന് ശേഷമാണ് പിന്നെ അതിൽ അഭിനയിക്കാൻ തുടങ്ങി. അത് ഏറ്റെടുത്തതിന് ശേഷം ഞാൻ അഭിനയിക്കാനും തുടങ്ങി. TK ജോൺ എന്ന് പറഞ്ഞാൽ അദ്ദേഹം 2 വർഷം ഞാൻ ഏറ്റെടുത്ത് കഴിഞ്ഞും അഭിനയിക്കാൻ കൂടെ. ശരി. ഈ നാടകത്തിൽ പോകുമ്പോൾ പ്രേക്ഷകര് എന്തെങ്കിലും കാരണത്താൽ വയലന്റ് ആകുന്ന ഒരു സാഹചര്യം ഉണ്ടാവുമല്ലോ, ആളുകൾ പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു സമയം വരുമല്ലോ. ഒന്നെങ്കിൽ നിങ്ങൾ വൈകി എത്തുന്നതുകൊണ്ട്, അല്ലെങ്കിൽ ഈ പറഞ്ഞ ടെക്നിക്കൽ പ്രശ്നങ്ങൾ കൊണ്ട്, അങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പിന്നെ അത് വൈകി എത്തുന്ന പ്രശ്നങ്ങൾ ഇപ്പോഴല്ല. ഇപ്പം മിക്കവാറും നമുക്ക് എല്ലാ ട്രൂപ്പുകളും, നമ്മുടെ വൈക്കം മാളവിക അല്ലാതെ എല്ലാ ട്രൂപ്പുകളും തന്നെ ഒരു നാടകങ്ങളെ മിക്ക ദിവസവും എല്ലാ ദിവസവും വൈകേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ അതങ്ങനെ കൊണ്ടുപോകും. പ്രേക്ഷകന് ഉദ്ദേശിച്ച ഒരു ആസ്വാദനം കിട്ടുന്നില്ല എന്നതിൻ്റെ പേരിൽ ആളുകൾ കൂവും വയലന്റ് ആകുകയും ചെയ്യുന്ന ഒരു സ്വഭാവമൊക്കെ ഇല്ലേ? ഇല്ല, അത് അങ്ങനെയുള്ള നാടകങ്ങൾ നമ്മൾ നാടകം വായിച്ചു നോക്കി കറക്റ്റാക്കിയിട്ടൊക്കെയാണല്ലോ എടുക്കണം. അങ്ങനെയുള്ള പ്രമേയങ്ങളുള്ള നാടകങ്ങളൊന്നും എടുത്തിട്ടില്ല. പ്രേക്ഷകർ സ്വീകരിച്ച നാടകങ്ങളെ എടുത്തിട്ടുള്ളൂ. ഈ മാന്നാർ മത്തായി സ്പീക്കിംഗ് എന്ന് പറഞ്ഞ ഒരു സിനിമയിലുള്ളതുപോലെ തന്നെ ഒരു നടി വരാൻ വൈകിയാലും ഇത് പ്രശ്നമാവില്ലേ? പ്രശ്നമാകും. ഒരാൾക്ക് വണ്ടി കിട്ടിയാലും പ്രശ്നമാവില്ലേ? വണ്ടി കേടായാലും പ്രശ്നമാകും. അതെ, അങ്ങനെയൊക്കെ പ്രശ്നമുണ്ട്. അതൊക്കെ പിന്നെ ഇങ്ങനെ സ്വാഭാവികമായിട്ട് വന്നതാ. അല്ലാതെ ഈ 2 നാടകങ്ങൾ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അപ്പോൾ 2ാമത്തെ സ്ഥലത്ത് കൃത്യസമയത്ത് എത്താൻ ചെല്ലാതെ പറ്റിയിട്ട് അവിടെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നാടകം അന്ന് ചെന്ന് 2ാമത് നടക്കാതെ വന്നിട്ട് സ്നേഹപൂർവ്വം മറ്റൊരു വീട്ടിൽ കൊണ്ടുപോയി തടവിൽ പാർപ്പിക്കുന്നതിന് തുല്യമായിട്ട് മുറി അടച്ചിട്ട് അവിടെ നിർത്തിയിട്ട് നാളെ നാടകം കളിച്ചിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞ് വിട്ട സന്ദർഭങ്ങളും. അതെവിടെയായിരുന്നു സ്ഥലം? അത് ഇപ്പോൾ എൻ്റെ ഓർമ്മയിൽ ഒരെണ്ണം കിടക്കുന്നത് കൂത്താട്ടുകുളത്താണ്. ആ കൂത്താട്ടുകുളത്ത് ഞങ്ങൾ വേറെ സ്ഥലത്ത് നാടകം കഴിഞ്ഞിട്ട് ഇവിടെ 1:30 മണിക്കായിരുന്നു നാടകം നടത്തേണ്ടത്. രാത്രി 1:30 അന്ന് അങ്ങനെയൊക്കെ 2 പ്രോഗ്രാം. അപ്പോൾ 1:30 പോയിട്ട് 2:45 ചെന്നില്ല. 3 മണിയുടെ അടുത്തൊക്കെ ആയപ്പോൾ ചെന്ന് ആളുകളെല്ലാം പിരിഞ്ഞു പോയി. അപ്പോൾ അവിടെ നമ്മൾ ചെന്ന് കഴിഞ്ഞപ്പോൾ ഉടനെ തന്നെ നാടകം അവർ തന്നെ തീരുമാനിച്ചു, ഇനി വരുവാണെങ്കിൽ നാടകം നടത്തേണ്ട. ആളുകളെല്ലാം പോയി. വന്നു കഴിഞ്ഞ് ഉടനെ തന്നെ പറഞ്ഞു, ഇനി നാളെ നാടകം കളിച്ചിട്ട് പോയാൽ മതിയെന്ന്. അപ്പോൾ നാളെ നാടകം കളിക്കാൻ പ്രേക്ഷകരുണ്ടാവുമോ? നാളെ നാടകം കളിക്കാൻ അവർക്ക് പ്രേക്ഷകരുണ്ടാകും. പക്ഷെ നമുക്കതല്ല വിഷയം. നാളെ മുതൽ പിന്നെ ഒരു ദിവസം പോലും നമുക്ക് ഒഴിവില്ലാതെ നമുക്ക് ബുക്കിങ്ങാണ്. അപ്പോൾ എൻ്റെ നാളെ എന്ത് ചെയ്യും? അതൊരു വിഷയം. പിന്നെ അത് ഇവർ വിടാതെ നമുക്ക് പോകാൻ പറ്റുമോ? നമ്മുടെ വണ്ടി
പൂട്ടിയത് ഇട്ടിട്ടില്ല. വളരെ ബഹുമാനത്തോടു കൂടി തടഞ്ഞു വെച്ചിട്ട് വീട്ടിൽ കൊണ്ടുപോയി സ്ത്രീകളെ അവിടെ ഇരുത്തി, ഞങ്ങളെ കൊണ്ടുപോയി ഇരുത്തി ഭക്ഷണമൊക്കെ തന്ന് പിറ്റേ ദിവസം നാടകം അവതരിപ്പിച്ച് പ്രതിഫലമൊക്കെ തന്ന് വിട്ടു. അപ്പം അവിടുത്തെ നാടകം പ്രിന്റിംഗ് ആയില്ലേ, അവിടെ അപ്പോൾ കമ്മിറ്റിക്കാരുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അവർക്ക് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ നമുക്കൊരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഗ്യാപ്പിന് അവതരിപ്പിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞ് രണ്ടാമത്തെ പാർട്ടിയോട് ശരി, അവരത് സമ്മതിച്ചോ? നമ്മൾ ഇവിടുന്ന് വിട്ടിട്ട് വേണമല്ലോ അവിടെ ചെല്ലാൻ. അപ്പോൾ അവരോട് സമ്മതിച്ചു. പക്ഷെ അന്നേരം അങ്ങനെ വരുമ്പോഴും വേറെ ചില പ്രശ്നങ്ങളുണ്ട്. പ്രതിഫലത്തിന്റെ കാര്യത്തിലൊക്കെ പിന്നെ അവർ നിശ്ചയിക്കണ പോലെയാ കാര്യങ്ങൾ. അങ്ങനെ പലപ്പോഴും ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ പലപ്പോഴും എന്നല്ല, ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. പിന്നെ രണ്ടാമത്തെ സ്റ്റേജിൽ നാടകത്തിന് വേണ്ടിയിട്ട് ഫ്രണ്ട് കട്ടൻ നേരത്തെ കൊണ്ട് കെട്ടിയിടും. അപ്പം ആ ചെല്ലാതെ വന്നിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഫ്രണ്ട് കട്ടൻ നഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നെ എടുക്കാൻ പോകാൻ പറ്റിയല്ലോ. അപ്പോൾ അക്കാലത്തൊക്കെ കുറേ ഫ്രണ്ട് കട്ടൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കുറേ കേസുകളും ഉണ്ടായിട്ടുണ്ട്. ശരി. ഇപ്പോൾ പക്ഷേ അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല. അങ്ങനെ പ്രശ്നമില്ല. ഇപ്പോൾ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം, ഒരു പ്രോഗ്രാമിന് 4 മണിക്കൂർ മുമ്പെങ്കിലും ചെന്നെങ്കിൽ ഇത് സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അത്രയ്ക്ക് ലേറ്റും സെറ്റും എല്ലാം കൂടുതലാണ്. അപ്പം അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ കളി മിക്കവാറും ട്രൂപ്പുകൾ പിടിക്കുന്നില്ല. ഈ നടീനടന്മാർ സീരിയലിലൊക്കെ അവസരം കിട്ടുമ്പോൾ മുങ്ങിക്കളയുന്ന സാഹചര്യങ്ങൾ ഇപ്പോഴില്ലേ? അപൂർവമായിട്ടെങ്കിലും എല്ലായിടത്തും ഒറ്റപ്പെട്ട സംഭവം നടന്നിട്ടുണ്ടെങ്കിലേ ഉള്ളൂ. ഇപ്പം അങ്ങനെ കൂടുതൽ നടന്നിട്ട്. ഒരു നടൻ അല്ലെ ഒരു പ്രധാന നടന് അല്ലെ നടിക്ക് ഒരു അസുഖം അല്ലെ അസൗകര്യം വന്നു, എന്തെങ്കിലും കാരണത്താൽ മനുഷ്യ പറ്റാമല്ലോ. അങ്ങനെ വന്നാൽ നിങ്ങൾ എങ്ങനെയാണ് പെട്ടെന്ന് ഒരാളെ കണ്ടുപിടിച്ച് ആ നാടകം മുടങ്ങാതെ കൊണ്ടുപോവുക? അല്ല, അങ്ങനെ വന്നു കഴിഞ്ഞ് തീരെ കിടപ്പായിപ്പോയി, അങ്ങനെ ഒരു ആക്സിഡൻറ്റ് പറ്റി, എന്തെങ്കിലും അങ്ങനെ പറ്റിയെങ്കിൽ മാത്രമേ വരാതിരിക്കുകയുള്ളൂ. അതെ, അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് രീതിയിൽ ചിലപ്പം ആരെയെങ്കിലും കയറ്റി അഡ്ജസ്റ്റ് ചെയ്യാമെങ്കിലേ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ ക്യാൻസൽ ചെയ്യേണ്ടി വരും. അല്ല, അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ? കാരണം അതിന് ഡയലോഗൊക്കെ പഠിച്ചിരിക്കുന്ന ഒരാൾ വേണ്ടേ? അത് വേണം. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ കണ്ടീഷനിൽ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ക്യാൻസലിങ്ങേ പറ്റൂ, അല്ലാതെ നിവൃത്തിയില്ല. വീട്ടിലാരുടെയെങ്കിലും ഒരു മരണം ഉണ്ടായാൽ പോലും ആളുകൾക്ക് വരാൻ പറ്റില്ലല്ലോ. അപ്പം അങ്ങനെയുള്ള സാഹചര്യങ്ങളെ ഫേസ് ചെയ്തിട്ടില്ലേ? ഉണ്ടായിട്ടുണ്ട്, ഒരുപാടുണ്ടായിട്ടുണ്ട്. അതിപ്പോൾ ഈ നാടകത്തിൽ അഭിനയിക്കുന്ന ഒരു പെൺകുട്ടി, അപ്പോൾ അത് അന്ന് ഓച്ചിറയിലാണ് നമ്മൾ നാടകം എല്ലാ ദിവസവും ഉണ്ട്. അതുകൊണ്ട് ഓച്ചിറയിൽ ലോഡ്ജിൽ താമസിക്കുക. അപ്പോൾ അന്ന് ഇതുപോലെ മൊബൈലൊന്നും ഇല്ല. അപ്പോൾ ആ സമയത്ത് രാവിലെ അവിടെ ലോഡ്ജിൻ്റെ ഓഫീസിലേക്ക് ഒരു ഫോൺ വരുവാണ്. അപ്പോൾ എൻ്റെ അനിയനെ വിളിച്ചു പറയണത്. ഇപ്പോൾ ഇവരുടെ വീട് ആലപ്പുഴയായി ഈ നടിയുടെ. അപ്പോൾ അവൻ്റെ അച്ഛൻ മരിച്ചുപോയി. ഈ വിവരം പറയുവാണ്. അപ്പം ഇവർ 3 നടികളുണ്ട്. അപ്പോൾ ഉടനെ ഇവരോട് എങ്ങനെ വിവരം പറയും, അച്ഛൻ മരിച്ചു പോയെന്നുള്ള കാര്യം. അന്ന് നാടകമുണ്ട്, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഓച്ചിറ താമസിക്കുന്നത്. മറ്റ് 2 നടികളെയും വിളിച്ച് വിവരം പറഞ്ഞ് അച്ഛൻ മരിച്ചു പോയിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾ തയ്യാറായിക്കോ, അവരോട് പറയാം കൂടുതലായിട്ട് കാണാൻ പോവാണ് എന്ന് പറഞ്ഞ് അതിനെ തയ്യാറാക്കാൻ പറഞ്ഞു. തയ്യാറാക്കി ഒരു വണ്ടി വിളിച്ച് ഞങ്ങൾ നേരെ ഇവരുടെ വീട്ടിലേക്ക് വരുന്നു. അപ്പോൾ നമ്മൾ ആലപ്പുഴയ്ക്ക് വരുന്നു. അപ്പോൾ നമുക്ക് നാടകം കായംകുളത്തിനടുത്താണ്. അപ്പോൾ മറ്റുള്ള ആൾക്കാരോടെല്ലാം പറഞ്ഞ് ഇങ്ങനൊരു വിഷയമുണ്ട്, നിങ്ങൾ ഉച്ചയാകുമ്പോൾ നാടക വണ്ടിയായിട്ട് പരിപാടി സ്ഥലത്തേക്ക് പോയി സെറ്റിംഗ് ഒക്കെ നടത്തി. അല്ല, ഞാൻ ചോദിക്കുന്നത്, അപ്പോൾ ഈ നടിക്ക് പകരം എന്തെങ്കിലും സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ടോ? ഇല്ല, ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. ഈ നടിയായിട്ട് അതിനാണല്ലോ നമ്മളും കൂടെ കൂടി വീട്ടിലേക്ക്. അതായത് അച്ഛൻ മരിച്ചെങ്കിലും തിരിച്ച് ഇവരെ കൊണ്ടുവരണം എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം അല്ലേ? നാടകം മുടങ്ങും. എന്നിട്ട് എന്ത് സംഭവിച്ചു? അപ്പോൾ പോകുന്ന വഴി ഇതിനോട് പറഞ്ഞ് നാടകമുള്ളതാണ്, ഇനി അച്ഛൻ സീരിയസ് ആണെന്നല്ലേ പറഞ്ഞ, മനുഷ്യൻ്റെ കാര്യമല്ലേ, എന്താ സംഭവിച്ചാലും നാടകം നമുക്ക് കളിക്കാതിരിക്കാനും പറ്റിയല്ലോ എന്നൊക്കെ ഒരു മയത്തിലല്ലേ പറയാൻ പറ്റുള്ളൂ. അതൊക്കെ പറഞ്ഞ് വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ മരിച്ചാണെന്ന് മനസ്സിലായി. അപ്പം മറ്റേ 2 നടികളോട് നമ്മൾ ബോധപൂർവം പറഞ്ഞ്, ഈ മരിച്ച വീട്ടിൽ സ്ത്രീകളെല്ലാം കിടന്ന് അവിടെ കിടന്ന് കരയുകയും പ്രശ്നം ഉണ്ടാക്കുമ്പോൾ ഞങ്ങൾക്ക് ആണുങ്ങൾക്ക് നിങ്ങളുടെ മുറിയിലേക്കൊന്നും ചിലപ്പോൾ വരാൻ പറ്റിയെന്ന് വരില്ല, നിങ്ങൾ 2 പേരും പ്രസ് ചെയ്ത് ഇതിനെ കൊണ്ടുവരണം, അതിനുള്ള ചുമതല നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുക എന്ന് പറഞ്ഞ് അവരെ പറഞ്ഞ് ശരിയാക്കി. എന്തായാലും കർമ്മങ്ങളൊക്കെ ചെയ്ത് ബോഡി സംസ്കരിച്ച് അത് കഴിഞ്ഞപ്പോഴത്തേക്കും 2-3 മണിയായി. എന്തായാലും അവർ വരാൻ തയ്യാറായി. അവർക്ക് പിന്നെ അവരും ഇതുകൊണ്ട് ജീവിക്കുന്നവരല്ലേ, അവർക്ക് കൂടുതൽ ഇതുള്ളതുകൊണ്ട് നാടകം കളിക്കാൻ പരിപാടി സ്ഥലത്തേക്ക് വന്നു. പക്ഷെ അവിടെ വന്നു കഴിഞ്ഞപ്പോൾ അതിലും വലിയൊരു ദയനീയാവസ്ഥ ഉണ്ടായെന്ന് വെച്ചാൽ, ഈ നാടകത്തിനകത്ത് ഇവരുടെ ഭർത്താവ് മരിക്കുമ്പം ഇവർ ഇതേപോലെ വീട്ടിൽ അച്ഛൻ മരിച്ചു കിടന്നപ്പോൾ ഞങ്ങൾ കരയണ കണ്ടതാണ്, അതേപോലെ തന്നെ കരയുന്ന സീൻ ഈ നാടകത്തിലുണ്ട്. അത് ഭയങ്കര ഒരു ദയനീയാവസ്ഥയായിപ്പോയി. അത് പിന്നെ പിറ്റേ ദിവസം നാടകം ഇല്ലായിരുന്നു, അതുകൊണ്ട് നേരെ വീട്ടിൽ കൊണ്ടാക്കി. അത് കഴിഞ്ഞ് അപ്പോൾ ഈ നാടകത്തിൻ്റെ സ്റ്റേജിലല്ലാതെ ജീവിതത്തിൽ ഒത്തിരി നാടകങ്ങൾ നടക്കും, ഒരുപാട് നാടകങ്ങൾ. ഇത് ഒരുപാട്, ഇതിപ്പോൾ ഈ ഞാനൊരു കാര്യം പറഞ്ഞുള്ളെങ്കിൽ പോലും ഇതിനകത്ത് പലരുടെയും ബന്ധുക്കൾ
അമ്മമാർ, അച്ഛന്മാർ, സഹോദരങ്ങൾ ഒക്കെ മരിച്ചിട്ട് പരിപാടി സ്ഥലത്തുനിന്ന് നാടകത്തിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ഇപ്പോഴത്തെ ഈ നാടകങ്ങൾ പഴയതുപോലെ മുഴുവൻ കാണാതെ പഠിച്ചിട്ടൊക്കെയാണ് പറയുന്നത്, അതോ റെക്കോർഡഡ് അല്ലേ? ഇല്ലല്ല, ഒരു റെക്കോർഡ്, ഒരു നാടകം എന്ന് പറഞ്ഞാൽ ലൈവാണ്. ആണോ? ആ, ആളുകൾക്ക് അങ്ങനെ ഒരു സംശയം റെക്കോർഡിങ് ആണെന്ന് തോന്നിയല്ലോ, ഇപ്പൊ തോന്നിയില്ലേ? അതേ രീതിയിലാണ് ഞങ്ങൾ അത് പ്രസന്റ് ചെയ്യുന്നത്. ആണല്ലേ? റെക്കോർഡിംഗ് ഇല്ല, റെക്കോർഡിംഗ് ഇല്ല. പ്രേക്ഷകർക്ക് ധൈര്യമായിട്ട് കാണാം. ഇപ്പോഴത്തെ സ്റ്റേജുകളിൽ പഴയതുപോലെ ഈ കെട്ടിത്തൂക്കിയിടുന്ന മൈക്കൊന്നും അധികം കാണുന്നില്ലല്ലോ. അത് ചിലപ്പം പവർ കൂടുതലാണെങ്കിൽ അവിടെ എന്തെങ്കിലും ടീപ്പോയുടെ എവിടെയോ മറ്റുള്ള എവിടെയെങ്കിലുമൊക്കെ ഇങ്ങനെ വെക്കാം. എന്നാലും തൂക്കിയിടുന്നതൊക്കെ ഉണ്ടല്ലേ? ഇപ്പോൾ ഈ നാടകങ്ങളൊക്കെ കേരളത്തിന്റെ ഇപ്പൊ വൈക്കം മാളവിക വൈക്കത്താണല്ലോ അല്ലെ കേന്ദ്രീകരിച്ചിരിക്കുന്നത്? വൈക്കത്തും പരിസരത്തുള്ളതാണോ കൂടുതൽ ആർട്ടിസ്റ്റുകൾ, അതോ മറ്റ് ജില്ലകളിൽ നിന്നൊക്കെ ഉള്ള? അല്ല, ആർട്ടിസ്റ്റുകൾ മിക്കവാറും പല പല ജില്ലകളിൽ നിന്നുള്ളവർ. കണ്ണൂർ ഒരു നാടകം കിട്ടിയാൽ നിങ്ങൾ പോകുന്ന ഓരോരുത്തർ അങ്ങോട്ട് വരാൻ പറയുന്നില്ല. ഇപ്പം നമ്മൾ പ്രൊഫഷണൽ നാടകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം സംസാരിച്ചപ്പോൾ പറഞ്ഞല്ലോ, ഈ ഡിസംബർ 25 കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മെയ് പകുതി വരെ ഒഴിവില്ലാതെ തന്നെ ഏതാനും ദിവസങ്ങളിലൊക്കെ ഒഴിവ് വരുമെന്നല്ലാതെ മിക്കവാറും പ്രോഗ്രാം ഉണ്ടാകും. അപ്പോൾ ഇവരെല്ലാം ഒരു ക്യാമ്പിലാണോ താമസിക്കുന്നത്? വൈക്കത്ത് തന്നെ ആയിരിക്കും. ആ വൈക്കത്ത് ഇപ്പോൾ വന്നു കഴിഞ്ഞാൽ അവർക്ക് താമസിക്കാനുള്ള സൗകര്യം കൊടുക്കും. ചിലർക്ക് വീട്ടിൽ പോകാവുന്ന ഒരു ആലപ്പുഴയിലുള്ള ആൾക്കാരവിടെ ഉണ്ടെങ്കിൽ അവർക്ക് വീട്ടിൽ പോകാം. ഇപ്പോൾ തൊടുപുഴയിലുള്ളവർക്കുണ്ടെങ്കിൽ പോകാം. എറണാകുളത്തുള്ളവർ വീട്ടിൽ പോയിട്ട് വരാവുന്നുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ പോയിട്ട് വരും, ഇല്ലെങ്കിൽ അല്ലാത്തവരവിടെ താമസിക്കും. പിന്നെ അത് കഴിഞ്ഞാൽ കൊല്ലത്തേക്കൊക്കെ പോവുകയാണെങ്കിൽ കൊല്ലത്ത്, ഓച്ചിറ അവിടെയൊക്കെ ലോഡ്ജിൽ താമസിക്കും. ഒരെണ്ണം വടക്കേ അറ്റത്ത്, തൊട്ടടുത്ത ദിവസം തെക്കേ അറ്റത്തൊക്കെ വരുന്ന രീതിയിലാണെങ്കിൽ എന്ത് ചെയ്യും? അങ്ങനെയൊക്കെ ചിലപ്പോൾ വന്നു പോയെന്നും വരും. കിട്ടുന്നത് പിടിക്കാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ അവിടുന്ന് ഓടി ഇവിടെ വരും, ഇവിടുന്ന് ഓടി അങ്ങോട്ട് പോകും. അപ്പോൾ ഇത്ര അകലേക്കൊക്കെ പോകുന്നതിന് പ്രത്യേകം ഫീസോ ബാറ്റോ അങ്ങനെ വല്ലതും ഉണ്ടോ? ഇല്ല, ബാറ്റ് അങ്ങനെ പ്രത്യേകം അഡീഷണൽ ആയിട്ടൊന്നുമില്ല. ഈ ഫീസ് തന്നെ 50,000 രൂപ എന്ന് പറയുന്ന ഫീസ് ആണെങ്കിൽ അത് തന്നെ ഉള്ളൂ, എത്ര അകലെ പോയി കളിച്ചാലും. അത് അല്ല, ദൂരം അനുസരിച്ചാ. അതാ ഞാൻ ചോദിച്ചത്. അതുണ്ട്. ഇപ്പോൾ ഇവിടെ ഇപ്പം വൈക്കത്ത് കളിക്കുന്നതോ കോട്ടയത്ത് കളിക്കുന്നതോ റേറ്റ് ആയിരിക്കില്ല കൊല്ലത്തും തിരുവനന്തപുരത്തും കളിക്കുമ്പോൾ. അപ്പോൾ ട്രാവലിങ്ങിൻ്റെ അനുസരിച്ച് റേറ്റ് കൂടും. അങ്ങനെയാണ് അതിൻ്റെ പ്രതിഫലം നിശ്ചയിക്കുന്നത്. അങ്ങനെ. അത് ശരി. ഓക്കെ. ഈ നാടകം കളിക്കാനുള്ള യാത്ര തന്നെ ഒരു സംഭവബഹുലമായിരിക്കുമല്ലോ പലപ്പോഴും, ഇത്രയും കലാകാരന്മാരും ഒക്കെ ആയിട്ട് പോകുമ്പോൾ. അതിനകത്ത് ഈ പറഞ്ഞ രസകരമായ ഒത്തിരി സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവില്ലേ? ഇപ്പോൾ ഇടുക്കിയിൽ ഒരു നാടകം ഉണ്ടായിരുന്നു ഒരു പ്രാവശ്യം. ആ നാടകം കഴിഞ്ഞപ്പോൾ ഏകദേശം ഒരു 11-12 മണിയായി. അത് കഴിഞ്ഞ് ഞങ്ങൾ പോരാൻ പോയപ്പോൾ ഭാരവാഹികൾ പറഞ്ഞു, ഇപ്പം പോകണ്ട, ഇപ്പം പോയാൽ ആന ഇറങ്ങുന്നു. ഇടുക്കി എന്ന് പറയുന്നത് ഇടുക്കി ജില്ലയുടെ ഏത് ഭാഗത്തായിരുന്നു? ഇടുക്കി ജില്ലയുടെ ഇവിടെ കളക്ടറേറ്റിൻ്റെ ഒക്കെ അപ്പുറത്ത് പൈനാവൊക്കെ കഴിഞ്ഞ അവിടെയായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് നാടകം കഴിഞ്ഞൊരു ബാലയും കൂടിയുണ്ട്. അപ്പോൾ ഇവർ പറഞ്ഞു, ഈ ബാലയക്കാരും നിങ്ങളും ഒന്നിച്ചു പോവുക. അപ്പോൾ ഒരു 4 മണിയൊക്കെ ആയി കഴിയുമ്പോഴത്തേക്കും വേറെ തടിയൊക്കെ കൊണ്ടുപോകാനുള്ള ലോറികളൊക്കെ വരും. അപ്പോൾ അവരുമൊക്കെ ആയിട്ട് ഒന്നിച്ച് അങ്ങ് പോകുമ്പോൾ പിന്നെ ഈ ആനയുടെ ശല്യമൊന്നും ഉണ്ടായില്ല എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ കൂട്ടത്തിലുള്ളവരെല്ലാം പറഞ്ഞു, ഇനി അത് തീരണവരെ ഒന്ന് നോക്കിയിരിക്കാനൊന്നും പറ്റില്ല, നമുക്ക് പോകാം. എങ്ങനെ? അപ്പോൾ ഈ ഭൂരിപക്ഷം ആളുകളും അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ അതിന് പിന്നെ അങ്ങനെ ആട്ടെ എന്നും പറഞ്ഞ് അവിടുന്ന് വണ്ടി വിട്ട് പോന്നു. കളക്ട്രേറ്റൊക്കെ കഴിഞ്ഞ് ഇങ്ങോട്ട് വന്ന ഒരു വളവ് ഇങ്ങനെ തിരിയുമ്പോൾ ആ വളവിൽ നോക്കുമ്പോൾ ഒരു ഒറ്റയാൻ എന്ന് പറഞ്ഞാൽ ആന കറുപ്പാന്നല്ലേ നമ്മളൊക്കെ ധരിച്ചു വെച്ചിരിക്കണ. ഇത് കറുപ്പല്ല, ഇത് പൊടിയുടെ കളറാണ്, ചുവപ്പ് നിറമാണ്. ചുവപ്പ് നിറ. അവിടെ നിന്ന് ഈ വണ്ടിക്കിട്ട് എല്ലാവരും കൂടെ വണ്ടിക്കകത്ത് പെണ്ണുങ്ങളൊക്കെ കരച്ചിൽ. ഞാൻ പറഞ്ഞു, മിണ്ടരുത്, ആരും അനങ്ങരുതെന്ന് പറഞ്ഞു. ഡ്രൈവറോട് പറഞ്ഞ് ലൈറ്റ് കെടുത്തരുതെന്ന് പറഞ്ഞു. ആന ഇങ്ങനെ ശരിക്കും ഇങ്ങനെ ഒന്ന് നോക്കി, നമ്മുടെ മധു നോക്കണമല്ലോ, ഇങ്ങനെ നോക്കി ഇട്ട് ആ തുമ്പിക്കൈ ഒന്ന് പൊക്കി, എന്നിട്ട് 2 സ്റ്റെപ്പ് പുറകോട്ട് വലിഞ്ഞിട്ട് അവിടെ കിടന്ന കുറച്ച് ഉണക്കപ്പുല്ല് വലിച്ച് വായിലേക്ക് വെച്ചിട്ട് താഴത്തേക്ക് ഇറങ്ങിപ്പോയി. അപ്പോൾ ആശ്വാസമായി പോന്നു. ഈ ജനം നമ്മളെ വന്ന് പ്രോത്സാഹിപ്പിച്ച, കൈയടിച്ച, അല്ലെങ്കിൽ വന്ന് ആലിംഗനം ചെയ്ത, നമ്മുടെ കണ്ണ് നിറയിച്ച സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവുമല്ലോ? ഒരുപാടുണ്ടായിട്ടുണ്ട്. അതായിരിക്കുമല്ലോ നമ്മളിവിടെ നിലനിർത്തുന്നത്. പിന്നെ നിലനിർത്തുന്നത് അതുകൊണ്ടാണ്. ഇപ്പോൾ സാമ്പത്തികത്തിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞല്ലോ, അതിനേക്കാൾ ഉപരി നമ്മളെ നിലനിർത്തുന്നത് ഇതുപോലെയുള്ള സന്ദർഭങ്ങളാണ്. ഇപ്പോൾ ഈ ജീവിതത്തിന് ഒരു ആമുഖം എന്ന് പറഞ്ഞ നാടകം, ഇതിനു മുമ്പ് നമ്മൾ അവതരിപ്പിച്ചിരുന്ന മഞ്ഞ് പെയ്യുന്ന മനസ്സ് എന്ന് പറഞ്ഞ ഒരു നാടകം, അതും വളരെ ഹൃദയസ്പർശിയായ നാടകമാണ്. ഈ നാടകങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ പ്രേക്ഷകർ നാടകം കഴിയുമ്പോൾ ഗ്രീൻ റൂമിലേക്ക് വന്നിട്ട് കെട്ടിപ്പിടിക്കുകയും 25 വർഷങ്ങൾക്ക് ശേഷം ഞങ്ങളൊരു നാടകം കണ്ടു എന്ന് പറഞ്ഞ് കരഞ്ഞ്, ഒരു ചങ്ങനാശ്ശേരിയിലൊരു പള്ളിയിൽ നാടകം നടന്നുകൊണ്ടിരുന്ന കഴിഞ്ഞപ്പോൾ
ഒരാൾ വന്നിട്ട് കെട്ടിപ്പിടിച്ചിട്ട് എനിക്കിത് മറക്കാൻ പറ്റില്ല, ബോംബെ വാല എന്ന് പറഞ്ഞൊരു കഥാപാത്രമാണ്, അതാണ് പുള്ളി അയാൾക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല, അയാൾ വിതുമ്പുവാണ്, ഞാൻ എന്താണ് തരേണ്ടതെന്നൊക്കെ പറഞ്ഞ് നോക്കിയിട്ട് പോക്കറ്റിൽ നിന്ന് ഇങ്ങനെ കൈയിട്ട് നോക്കിയിട്ട് എനിക്കിതേ തരാനുള്ളൂ എന്ന് പറഞ്ഞ് കുറച്ച് നോട്ടുകൾ ഇങ്ങനെ തന്നിട്ട് അങ്ങ് പെട്ടെന്ന് അങ്ങ് പോയി. 6000 രൂപയുണ്ട്. ഓ ശരി. ഇപ്പം ഈ നമ്മൾ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന നാടകം ജീവിതത്തിന് ഒരു ആമുഖം എന്ന നാടകമാണ് ഇപ്പോൾ അവതരിപ്പിച്ചിരിക്കുന്നത്. ഈ നാടകത്തിൻ്റെ ഒരു സംഭവം ഞാനങ്ങോട്ട് പറയുക. ഈ നാടകം കണ്ടു കഴിഞ്ഞാൽ കരയും. അപ്പോൾ ഞാൻ ചിലപ്പോൾ പറയാറുണ്ട്, നാടകം കണ്ടിട്ട് കരഞ്ഞില്ലെങ്കിൽ ബുക്ക് ചെയ്ത കാശ് തരണ്ട. ഓ ശരി. അത്രയ്ക്ക് ഗ്യാരണ്ടി അങ്ങോട്ട് വയ്ക്കുക. ഇത് എന്ന് മുതലാണ് ഈ നാടകം കളിച്ചു തുടങ്ങിയത്? ഇപ്പൊ ഈ നാടകം കളിച്ചു തുടങ്ങിയിട്ട് 1 കൊല്ലം കഴിഞ്ഞു. അപ്പൊ ഈ സീസണിലും ഈ നാടകം തന്നെ കളിക്കും. അപ്പൊ 2 സീസൺ കളിക്കുന്ന ഒരു നാടകമായിരിക്കും. അത്ര സ്വീകാര്യത കിട്ടി. അതെ, കിട്ടി. ഈ വ്യത്യസ്തമായ രീതിയിൽ ആളുകൾ അഭിനന്ദിച്ച അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ടാവുമല്ലോ, ഈ കെട്ടിപ്പിടുത്തവും പൈസ തരലും അല്ലാതെ. ആതിരനിലാവ് എന്ന് പറഞ്ഞൊരു നാടകം നമ്മൾ അവതരിപ്പിക്കുക. അതിപ്പോൾ ഈ പറഞ്ഞ പോലെ അത് 2 വർഷം അവതരിപ്പിച്ചു. അപ്പോൾ 2ാമത്തെ വർഷം നാടകം അവതരിപ്പിക്കാൻ ഒരു സ്ഥലത്ത് ചെല്ലുന്നു. അവിടെ ചെന്ന് വണ്ടി നിർത്തി ഇങ്ങനെ നോക്കുമ്പം നമ്മുടെ കൂട്ടത്തിലുള്ള 1-2 പേര് വന്നിട്ട് ഇവിടെ നമ്മൾ വന്നതാണോന്നൊരു സംശയം. അപ്പോൾ ഇനി വേറെ വർഷങ്ങളുണ്ടല്ലോ, അന്നൊക്കെ വന്നതാണോന്ന്. അല്ല ചിലർ അല്ല ഇത് കഴിഞ്ഞുവല്ല നമ്മൾ ഈ നാടകം അവതരിപ്പിക്കുക ഇവിടെ വന്നതാണോന്നൊരു സംശയം. സെയിം നാടകം ഇല്ല, അങ്ങനെ വരാൻ കാര്യമില്ലല്ലോ. അപ്പോൾ വേറെ അവർ ഇവിടെ വന്നാ ഞാൻ ഓർക്കുന്നുണ്ട്, ഇവിടെ വന്നാ പിന്നെ ഈ നാടകം കഴിഞ്ഞല്ലോ ഇവിടെ അവതരിപ്പിച്ചതെന്ന് നമ്മുടെ ആൾക്കാർ കംപ്ലീറ്റ് തീർത്തങ്ങ് പറയുക. ഷോ, ഒരു സ്ഥലത്ത് നാടകം അവതരിപ്പിച്ച സ്ഥലത്ത് പിന്നെയും വന്നിരിക്കുന്നത് അതേ നാടകമായിട്ട്. അതേ നാടകം. അത് കാര്യം അവർ ബുക്ക് ചെയ്തിട്ടാണ് നമ്മൾ വന്നതെന്ന് നമുക്ക് പറയാം. എങ്കിൽ പോലും അതെന്നാ അങ്ങനെ ആരെ ബുക്ക് ചെയ്യണത്? ഇതെന്ത് ചെയ്യുന്നു? ഇനി വന്ന് ഇനി അവർ ഇത് അറിഞ്ഞു കഴിയുമ്പോൾ ആകപ്പാടെ നാടകം അവതരിപ്പിച്ച് കഴിയുമ്പോൾ എന്തായാലും ആ നാടകമാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പൈസയും തരികയില്ല, ആകപ്പാടെ പ്രശ്നമാകും. ഇനി തിരിച്ച് വിടുമോയെന്ന് തന്നെ അറിയാൻ പാടില്ല. അങ്ങനെ ഭാരവാഹികളിൽപ്പെട്ട ചില ആളുകൾ വന്നു. എന്താ എല്ലാവരും ഇങ്ങനെ നിൽക്കണം? അല്ല സാറേ, ഒരു ചെറിയ സംശയം, ഈ നാടകം കഴിഞ്ഞ കൊല്ലം ഇവിടെ അവതരിപ്പിച്ചതാണോ എന്ന്. അതെ, കഴിഞ്ഞ കൊല്ലം അവതരിപ്പിച്ച. അത് കേട്ടപ്പം ഭയങ്കര ആശ്വാസം. അതേ, കഴിഞ്ഞ കൊല്ലം ഇവിടെ അവതരിപ്പിച്ചപ്പോൾ ക്ഷേത്ര ചടങ്ങുകളും ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ കുറച്ച് ഭാരവാഹികൾക്ക് ഈ നാടകം കാണാൻ പറ്റിയില്ല. പക്ഷെ നാടകം കഴിഞ്ഞ് നിങ്ങൾ പോയി കഴിഞ്ഞപ്പം ആളുകളെല്ലാം പറഞ്ഞു സൂപ്പർ ഹിറ്റ് നാടകമായിരുന്നു, ആ നാടകം കാണേണ്ടതായിരുന്നു പറഞ്ഞു. പിറ്റേ ദിവസം അറിഞ്ഞ ആളുകളും എന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് പലർക്കും വരാൻ പറ്റില്ല, നാടകം നല്ലതായിരുന്നു, സൂപ്പറായിരുന്നു, ആ നാടകം കാണേണ്ട നാടകമായിരുന്നു എന്ന് പറഞ്ഞ്. എന്നാൽ പിന്നെ ഈ വർഷം ഈ നാടകം തന്നെ അങ്ങ് നടത്തിയേക്കാന്ന് വെച്ച് ഞങ്ങൾ ബുക്ക് ചെയ്തതാണ് എന്ന് പറഞ്ഞു. അത് നിങ്ങളോട് പറയാൻ മറന്നുപോയി എന്ന് പറഞ്ഞു. ഓ ശരി. അതൊരു അപ്രീസിയേഷൻ ആയിരുന്നല്ലോ, ഭയങ്കര ഒരു അവാർഡ് തുല്യമായി പോയി. ആളുകളുടെ ഇങ്ങനെയുള്ള അപ്രീസിയേഷനും അവാർഡുകളും അല്ലാതെ സർക്കാരിൻ്റെ അക്കാദമികളുടെ ഒക്കെ അവാർഡുകൾ കിട്ടിയിട്ടില്ലേ? ഒരുപാട് അവാർഡ് കിട്ടിയിട്ടുണ്ട്. സംസ്ഥാന സർക്കാർ നടത്തിയ പ്രൊഫഷണൽ നാടക മത്സരത്തിൽ മികച്ച നടനുള്ള അവാർഡ്. പിന്നെ കഴിഞ്ഞ ഒരു 4 വർഷം മുമ്പ് കേരള സംഗീത നാടക അക്കാദമിയുടെ സമഗ്ര സംഭാവനയ്ക്കുള്ള അവാർഡ്. ഇതുകൂടാതെ ഗിരീഷ് കർണാട് അവാർഡ്, പ്രേംനസി സ്മാരക അവാർഡ്, ആശാ സ്മാരക അവാർഡ്, തോപ്പിൽ പാസി സ്മാരക അവാർഡ്, KT മുഹമ്മദ് സ്മാരക അവാർഡ്, അടൂർ പാസി സ്മാരക അവാർഡ്, ഇങ്ങനെ തുടങ്ങി 600-ൽ പരം അവാർഡുകൾ കിട്ടിയിട്ടുണ്ട്. ഓ ശരി. ഈ സ്റ്റേജിലെ നാടകമല്ലാതെ സീരിയലിലേക്കോ സിനിമയിലേക്കോ ഒക്കെ കടന്നിട്ടില്ലേ? കുറേ 5-6 സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. ചെറിയ ചെറിയ വേഷങ്ങളാണ് അഭിനയിച്ചിരിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. സീരിയലിൽ വന്നിട്ടുണ്ട്? സീരിയലിൽ അധികം ഇല്ല. പിന്നെ ആകാശവാണിയിലൊരു 30 വർഷമായിട്ട് അവിടുത്തെ ആർട്ടിസ്റ്റ് പാനലിൽ ഉണ്ട്. റേഡിയോ നാടകങ്ങളിലാണോ? റേഡിയോ നാടകങ്ങളിൽ ഒരു 100-ൽ പരം റേഡിയോ നാടകങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. ഈ നാടകം നമ്മൾ സ്റ്റേജ് ചെയ്യുമ്പോൾ ഈ സെറ്റിങ്ങുകൾ, ലൈറ്റ് ഇതെല്ലാം കൃത്യമായിട്ട് എപ്പോഴും പ്രവർത്തിച്ചോണമെന്നില്ലല്ലോ. അതിനകത്തും ഈ പാളിച്ചകൾ ഉണ്ടാകുകയും ജനം കൂവുകയോ പ്രശ്നം ഉണ്ടാക്കുകയോ ചെയ്യുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടില്ലേ? അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങളൊന്നും കൂടുതലുണ്ടായിട്ടില്ല. അല്ലാതെ ഈ ചില സാങ്കേതികമായിട്ട് ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. അതായത് ഞാൻ ആ നാടകത്തിൽ, ഒരു സാമൂഹ്യ പാഠം എന്ന നാടകത്തിൻ്റെ പേര്, ആ നാടകത്തിനകത്ത് ലാസ്റ്റ് തൂങ്ങി മരിച്ചു കിടക്കുന്ന ഒരു രംഗമാണ് ഞാനാണ് അഭിനയിക്കുന്നത്. നായകനാണോ അത്? അതെ. അപ്പം മരിച്ച് ഇങ്ങനെ ബോഡി ഇങ്ങനെ കിടക്കുമ്പോൾ അത് നോക്കി ആളുകൾ ഇങ്ങനെ വന്ന് നോക്കി നിൽക്കുന്ന ഒരു സീനാണ്. അപ്പോൾ അത് കഴിയുമ്പോഴാണ്, അത് കുറച്ചു നേരം ഉണ്ട്, ആ സീൻ ഇങ്ങനെ നടന്നുകൊണ്ടിരുന്നപ്പോൾ ഈ സേഫ്റ്റി ബെൽറ്റ് മറ്റു കാര്യങ്ങളൊക്കെ ഇട്ട് കഴുത്തി കുരുക്കിട്ട് കുരുക്കിൻ്റെ സാധനമൊക്കെ അതുപോലെ തന്നെ ഇങ്ങനെ കിടക്കണം.
മറ്റ് ബെൽറ്റുകളൊക്കെ ഇങ്ങനെ ഉണ്ടെന്ന് മാത്രം, അത് ഷർട്ടിൻ്റെ ഒക്കെ അടിയിൽ ഒക്കെ ഇങ്ങനെ കിടക്കുന്നതാണ്. അപ്പോൾ ഒരു കുഴപ്പമില്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ്റർവെല്ല് കഴിഞ്ഞിട്ട് ഇപ്പോഴാണത് ഇൻ്റർവെല്ലില്ല, അന്ന് ഇൻ്റർവെല്ലുണ്ട്. അതിന് മുമ്പായിട്ട് തന്നെ ഈ സേഫ്റ്റി ബെൽറ്റൊക്കെ ഇട്ട് കിടക്കുവാണ്. ഒരുപാട് മറ്റ് സീനുകളൊക്കെ അഭിനയിക്കുമ്പോൾ ഇതിൻ്റെ സംഭവമൊക്കെ ഇച്ചിരി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തെറ്റിപ്പോയി കാണാൻ സാധ്യത ഉണ്ട്. എന്തായാലും ഈ തൂങ്ങി മരിച്ചിങ്ങനെ മരിച്ചിങ്ങനെ കിടക്കണതായിട്ട് കണ്ട് ആളുകൾ നോക്കി നിൽക്കുക. ഇച്ചിരി കഴിഞ്ഞപ്പോൾ ആ ബെൽറ്റങ്ങ് മുറുകി കൈയും കാലൊക്കെ ഇങ്ങനെ അടിച്ച്. അപ്പോൾ സാധാരണ ഉള്ളതിനേക്കാൾ എൻ്റെ ആക്ഷനുകളൊക്കെ ഇങ്ങനെ മാറിയപ്പം ഈ മരണം നോക്കി നിൽക്കുന്ന കഥാപാത്രങ്ങൾക്ക് മനസ്സിലായി എന്തോ പ്രശ്നമുണ്ടെന്ന്. അവർ കയറി പിടിച്ച് പൊക്കി. ഇല്ലെങ്കിൽ ഒരു 10 സെക്കൻഡ് കൂടി കഴിഞ്ഞിരുന്നെങ്കിൽ എല്ലാം തീർന്നേനെ. ആ സമയത്ത് കട്ടനിട്ടോ, പ്രശ്നം ഉണ്ടായപ്പോൾ കട്ടനിട്ട്. അപ്പോൾ ഇത് സത്യത്തിൽ ഒരു മനുഷ്യൻ മരിക്കുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായി. ഇത് പ്രേക്ഷകരറിഞ്ഞോ? പിന്നെ കട്ടിട്ട് എല്ലാവരും പറഞ്ഞു. എൻ്റെ അന്ന് ഈ ഫൈനൽ റിഹേഴ്സലായിരുന്നു. ശരി. ശരിക്കും സ്റ്റേജിൽ പൊതുസ്ഥലത്തുള്ള പരിപാടി ആയിരുന്നില്ല, ക്ഷണിക്കപ്പെട്ട സദസ്സിന് വേണ്ടിയിട്ട് കളിക്കുന്നു പറഞ്ഞില്ല. ആ ഫസ്റ്റ് സ്റ്റേജ് ആയിരുന്നു. അപ്പോൾ എൻ്റെ അമ്മ വരെ നാടകം കാണാൻ വന്നിരിക്കുക. എൻ്റെ വീട്ടിലുള്ള സഹോദരങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ പ്രശ്നമായിപ്പോയി. അമ്മയെന്നും പിന്നെ പറഞ്ഞു നാടകം നിർത്തിയേക്കാൻ പറഞ്ഞു, ഇത് നടത്തണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ വിഷയമായി. അപ്പം തന്നെ ഇനി അമ്മേനെയൊക്കെ ബോധ്യപ്പെടുത്തണ്ടേ. നാടകം പിറ്റേ ദിവസം പോലെ ബുക്കിംഗ് ഉള്ളതാണ്. പെട്ടെന്ന് തന്നെ ബെൽറ്റൊക്കെ എടുത്ത് റെഡിയാക്കി ഇട്ടിട്ട് എല്ലാവരോടും പറഞ്ഞു അമ്മേനെ കാണിക്കാൻ വേണ്ടിയിട്ട് ഒന്നുകൂടെ തൂങ്ങാന്ന് പറഞ്ഞു. കട്ടൻ പൊക്കി തൂങ്ങി അവിടെ കിടന്നിട്ട് ഞാൻ ചിരിച്ച് കൈകാലൊക്കെ ഇട്ട് അടിച്ച് ഇത് ഇങ്ങനെ അതൊക്കെ കാണിച്ചു കൊടുത്തു. ബോധ്യപ്പെട്ടു. നമ്മുടെ നാടകത്തിൽ അഭിനയിച്ചുകൊണ്ടിരുന്ന നടീനടന്മാർ അപകടത്തിൽപ്പെടുകയോ അസുഖത്തിലാവുകയോ ഒക്കെ ചെയ്ത സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ നാടകം മുടങ്ങിയിട്ടുണ്ടോ? ഉണ്ട്. ഇപ്പോൾ തന്നെ ഞാൻ 2 കാര്യങ്ങൾ ഇപ്പോൾ പറയാം. ഒന്ന്, ഒരു നാടകം നമുക്ക് അന്ന് 2 നാടകങ്ങളൊക്കെ ഉള്ള സമയമാണ്. അപ്പം 90കളിലൊക്കെയാണോ? 90കളിലല്ല, ഒരു 10-20 കൊല്ലം മുമ്പാണ്. അപ്പോൾ അന്ന് 2 നാടകമുണ്ട്. അതിന് വേണ്ടിയിട്ട് നമ്മൾ വണ്ടി പോകുന്നു. അപ്പോൾ അതിൻ്റെ തലേദിവസമൊക്കെ നാടകം ഉണ്ടായിരുന്നു. അപ്പോൾ ഇവർ ഈ ഒരു ഇതിനകത്ത് അഭിനയിക്കുന്ന ആ നടി വീട്ടിൽ പോയിട്ട് ചങ്ങനാശ്ശേരി വന്ന് നിൽക്കാമെന്ന് പറയുന്നു. നമ്മൾ വൈക്കത്തുനിന്ന് നേരെ കോട്ടയം വഴി ചങ്ങനാശ്ശേരി വരുന്നു. അവർ വരുന്ന ടൈം നോക്കിയിട്ട് അവർ കാണുന്നില്ല. അന്നാണെങ്കിൽ മൊബൈലൊന്നും ഇല്ല. അപ്പോൾ കുറേ നേരം നിന്നിട്ട് അവർ വന്ന് ഇനി പോയിട്ട് പരിപാടി നടത്താൻ ആ സമയം കഴിഞ്ഞു, ഇനി നിന്നിട്ട് കാര്യമില്ല എന്ന് വിചാരിച്ചു. ഇവരുടെ വീട്ടിൽ തിരക്കി ചെന്നപ്പോൾ അവർ വീട്ടിലില്ല. വീട്ടിൽ നിന്ന് പോന്നാന്ന് പറഞ്ഞു. അവരുടെ വീട്ടിലെന്തോ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് അന്ന് നാടകം കളിക്കാൻ പറ്റിയില്ല. അവരെ വിളിച്ച് വിവരം പറഞ്ഞു. ഇത് പിറ്റേ ദിവസം കഴിഞ്ഞപ്പോഴാണ് അറിയണത് അവർ ആത്മഹത്യ ചെയ്തു. അത് ശരി. വേറെ എവിടെയെങ്കിലുമാണോ പോയി ആത്മഹത്യ? വേറെ സ്ഥലത്ത് പോയി ആത്മഹത്യ ചെയ്തത്. അത് ഭയങ്കര ഒരു സംഭവമായിപ്പോയി. ഒരു മെയിൻ റോളായിരുന്നു. ഈ ഡാൻസ് ഉള്ള ഒരു അങ്ങനത്തെ എല്ലാം കൂടെ ഒത്തുകിട്ടുന്ന ആളുകളെ നടികളെ ഒന്നും കിട്ടിയല്ല. അത് പിന്നെ പിറ്റേ ദിവസം തൊട്ട് തുടർച്ചയായിട്ട് നാടകം ഉണ്ടായിരുന്നു. അതൊരു ഒരാഴ്ചത്തേക്കുള്ള നാടകം ക്യാൻസൽ ചെയ്തു. എന്നിട്ട് 2 ദുരന്തമാണ് ഒന്നിച്ചുണ്ടായത്. ഒരു ആളെ അതുപോലത്തെ ഒരാളെ കണ്ടുപിടിക്കണമെങ്കിൽ അത് അതിലും വലിയ കഷ്ടപ്പാട്. അപ്പോൾ പിന്നെ പെട്ടെന്ന് തന്നെ 3-4 ദിവസം കൊണ്ട് കണ്ടുപിടിച്ച് റിഹേഴ്സൽ നടത്തി. പിന്നെ അത് കഴിഞ്ഞാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയത്. അങ്ങനെയുള്ള സംഭവം ഉണ്ടായിരുന്നു. പിന്നെ അതുകൂടാതെ ഇപ്പം നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ നാടകം, ഈ ജീവിതത്തിന് ഒരു ആമുഖം, ഈ നാടകം കഴിഞ്ഞ വർഷം ഇവിടെ കുറിച്ചി, കോട്ടയത്തിനടുത്ത് കുറിച്ചി എന്ന് പറഞ്ഞ സ്ഥലത്ത് നടത്താനായിട്ട് വരുമ്പോൾ, അപ്പോൾ നാടകവണ്ടി വന്നു കഴിഞ്ഞാൽ ഈ സെറ്റിങ്സ് ചെയ്യാൻ വേണ്ടി ഫ്രെയിം കെട്ടണം. ഈ ഫ്രെയിം 2 സൈഡിലും ഇങ്ങനെ ഇത് വെച്ച് കെട്ടി ഉണ്ടാക്കിയിട്ട് 10-60 ചരടുകൾ, നാടകത്തിൻ്റെ കർട്ടൻ്റെ ലൈറ്റിൻ്റെ ഇതെല്ലാം റെഡിയാക്കിയിട്ട് വേണം സെറ്റ് ഇറക്കി മറ്റേ സെറ്റിങ്സ് ചെയ്യാൻ. അപ്പോൾ ഇത് കെട്ടാൻ വേണ്ടി 14 അടി ഇതിയുടെ മുകളിൽ കയറി ഇതിനകത്തൊരു ഹരിലാൽ എന്ന് പറഞ്ഞ ആലപ്പുഴയിലുള്ള ടെക്നീഷ്യൻ, ഒരു 3 പേരുണ്ട്, അവർ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് മുകളിൽ നിന്ന് ശബ്ദം കേട്ട് അയാൾ ഒരു അലർച്ചയും കേട്ട് അയാൾ മുകളിൽ നിന്ന് താഴത്തേക്ക് വന്ന് പതിക്കുന്നു. എന്താ സംഭവം നോക്കിയപ്പം ഷോക്കടിച്ചതാണ്. അത് മൈക്ക് സെറ്റുകാരൻ അപ്പോഴൊരു എന്തോ സംഭവം ഓൺ ചെയ്തപ്പോൾ ഈ വേണ്ട രീതിയിൽ ഇൻസുലേഷൻ തെറ്റാതെ ഇട്ടിരുന്ന വയറിൽ നിന്നുള്ള കണക്ഷൻ കറണ്ട് അടിച്ചതാണ്.
തെറിച്ച് വീണു. ആ. നേരെ ജനറൽ ആശുപത്രി കൊണ്ടുവന്നു. അവിടെ എടുത്തില്ല. മെഡിക്കൽ കോളേജിൽ കൊണ്ടുവന്നു. 5 ദിവസം അവിടെ കിടന്നു. 5ാമത്തെ ദിവസം മരിച്ചു. ഓ, ആളെ നഷ്ടപ്പെട്ടു. ആളെ നഷ്ടപ്പെട്ടു. അന്നത്തെ നാടകം നടന്നില്ല. പിറ്റേ ദിവസമൊക്കെ നാടകമുണ്ട്. ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ ഈ ടെക്നീഷ്യന് ഇതിനകത്ത് ചെറിയ ചെറിയ വേഷങ്ങളുണ്ട്. ഉണ്ട്. അതെ അതെ. ഈ സെറ്റിങ്സിന് ഒരുപാട് ഘടകങ്ങൾ പുള്ളി ചെയ്യേണ്ടതുണ്ട്. അത് പിന്നെ നാടകം കളിക്കാൻ പോകാതിരിക്കാൻ പറ്റുമോ? ഇതിന് വന്ന ചെലവുകളിൽ കുറച്ചെങ്കിലുമൊക്കെ നമുക്ക് നമ്മുടെ കൂട്ടത്തിൽ വന്നതല്ലേ. നമ്മളും സാമ്പത്തികമൊക്കെ ഒരുപാട് മുടക്കേണ്ടി വന്നു. നാടകവും അഭിനയിക്കാതിരിക്കാൻ പറ്റുമോ? അത് നടത്തിയില്ലെങ്കിൽ പിന്നെ അവർ കേസ് കൊടുത്താൽ അതിനും തൂങ്ങണം. അപ്പം നാടകത്തിന് പോവുകയും ചെയ്യണം, ഇതിൻ്റെ കാര്യങ്ങളും ചെയ്യണം. ഇത്തരത്തിലൊരു ട്രൂപ്പ് കൊണ്ടു നടക്കണമെങ്കിൽ ഒത്തിരി അനിശ്ചിതാവസ്ഥകൾ, ഒത്തിരി സംഘർഷങ്ങൾ, ഒത്തിരി ടെൻഷൻ എല്ലാം ഉണ്ടല്ലേ? ഉണ്ട്, ഒരുപാട് ടെൻഷൻ ഉണ്ട്. ഈ ടെൻഷനൊക്കെ എടുക്കുന്നതിന് തക്കതായ പ്രതിഫലം ഉണ്ടോ? ഇതിന് പ്രതിഫലം ഉണ്ടോ എന്ന് ചോദിച്ചാൽ പ്രതിഫലം ഇല്ല. സത്യത്തിൽ ഇപ്പോൾ ഒരു നാടകം ഇറങ്ങുമ്പോൾ 15 ലക്ഷം രൂപയുടെ അടുത്ത് ചിലവാകും. ഒരു നാടക വണ്ടി വേണം, അതിനൊരു 10 ലക്ഷം രൂപ വേണം. ഈ 25 ലക്ഷം രൂപ മുടക്കിയിട്ടാണ് ഒരു നാടക ട്രൂപ്പ് ഇവിടെ നടക്കുന്നത്. ഈ 25 ലക്ഷം രൂപയുടെ പലിശ കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അത് ചോദ്യചിഹ്നമാണ്. പിന്നെ എന്നാൽ നഷ്ടമില്ലാതെ ഒക്കെ നടന്നു പോകുന്നു. കലയോടുള്ള സ്നേഹം കൊണ്ട് ഇത് നടക്കുന്നു. ഇതുപോലുള്ള ഒരുപാട് കഷ്ടപ്പാടുകളുടെയും ബുദ്ധിമുട്ടുകളുടെയും കണ്ണീരിൻ്റെയൊക്കെ ഇടയ്ക്കൂടെയാണ് ഒരു പ്രൊഫഷണൽ നാടകത്തിൻ്റെ കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നത്. നാടകം പുതിയൊരു ഉണർവിലേക്ക് വരും കാലങ്ങളിൽ ഉണ്ടാവുമെന്നും കൂടുതൽ പ്രേക്ഷകരെ കിട്ടും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതിനെ നമുക്കൊക്കെ ഒരുങ്ങാം അല്ലേ? അതെ. ഏതായാലും നന്ദി. നന്ദി.